ഗൈസ്, ഇന്ന് ഞങ്ങൾ IBS ഹോട്ടലിൽ നിന്ന് മാറി നമ്മൾ ഗ്ലബ് മഹേന്ദ്രയുടെ ഒരു അറേബ്യൻ ഡ്രീംസ് എന്ന് പറഞ്ഞ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഈ അപ്പാർട്ട്മെൻറ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്, അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിന്ന് ചെയ്യാൻ പോകുന്ന അപ്പാർട്ട്മെൻറ്റ് ടൂർ അല്ലെങ്കിൽ ഹോം ടൂർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കത് കണ്ടാലോ? കമോൺ. അപ്പം എൻ്റെ റൂം നമ്പർ വന്നിട്ട് 213 റൂം നമ്പർ. അപ്പം അപ്പം 213 അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കണ്ടാലോ? നമ്മൾ 213 എത്തിക്കഴിഞ്ഞു. ആദ്യം നമുക്ക് ഫ്രണ്ട് ഡോറ് ഓപ്പൺ ചെയ്യാം. കാമോ, വലതുകാലി വെച്ച് കയറാം. ഐശ്വര്യസമൃദ്ധമായ പൊന്നോണം ആഘോഷിക്കാൻ നമ്മൾ ഇന്ന് ദുബായിലെ ഗ്ലബ് മഹേന്ദ്രയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിവിശാലമായ ഹോൾ. കയറി വരുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു ഗ്ലാസ്. കണ്ടോ, നമുക്ക് പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് എല്ലാം ഒന്ന് ലാസ്റ്റായിട്ട് നോക്കിയിട്ട് പോകാൻ പറ്റുന്ന ഒരു വലിയ ഫുൾ സ്ക്രീൻ ഗ്ലാസ്. അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ. നമുക്കിവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സൊറയൊക്കെ പറഞ്ഞ് രണ്ടെണ്ണം അടിച്ച് ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലം, നല്ല വൈബുള്ള സ്ഥലം. ലിവിങ് റൂമാണ്. ഈ സോഫ സെറ്റൊക്കെ അടിപൊളി. TV, നമുക്ക് TV കാണാം, കുതിച്ചു പൊങ്ങാം. ഓക്കെ, അങ്ങനെ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു ബാൽക്കണി ആണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞാനിത് നോക്കിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്, നിങ്ങളുടെ കൂടെയാണ് ഇതിൻ്റെ. ബാൽക്കണി ഒന്നുമല്ല, പക്ഷെ ഒരു ഓപ്പൺ ഏരിയ ആണ്. ഗ്ലാസ്. അപ്പുറത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ്. കാണാൻ സീനറികളൊന്നുമില്ല, പക്ഷെ അടിപൊളിയാണ്. ഒക്കെ നടക്കാം. അപ്പം നമുക്ക് ഇവിടെയൊക്കെ വലിച്ചു വാരി ഇടണ്ട. എല്ലാ ഷൂസും എല്ലാം ഇവിടെ തന്നെ അടുക്കി പിറക്കി ഇടാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഒരു ലാൻഡ് ഫോൺ സെക്ഷനിലാണ്. ഇവിടെയാണ് ഗൈസ് ഫോൺ ഇരിക്കുന്നത്. നമുക്ക് ഫോണൊക്കെ വിളിക്കാം. ഇവിടെ ഫോൺ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഒരു ഇടനാഴി പോലൊരു സ്ഥലം. ഇവിടെ 3 ഡോറുണ്ട്. 1, 2, 3. ഇത് ആദ്യമായത് കാണിക്കാൻ. ഓക്കെ, ഐശ്വര്യമായിട്ട് നമുക്ക് ഇത് തുറന്നാലോ? ഈ സെക്ഷൻ കുറേ നാളായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഒരു 7 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു സെക്ഷൻ ഞാൻ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. വരും. ഐശ്വര്യമായിട്ട് കിച്ചണിലേക്ക് കയറുകയാണ്. നല്ല വിശാലമായ കിച്ചൺ. കണ്ടോ, ഓവണും എല്ലാ സാധനവും ഇവിടെ സെറ്റാണ്. പാത്രം ഉൾപ്പെടെ അവർ വെച്ചിട്ടുണ്ട്. കണ്ടോ, പാത്രങ്ങളെല്ലാം, ഗ്ലാസ്, പ്ലേറ്റ് എല്ലാം. നമ്മൾ പിന്നെ കുക്ക് ചെയ്താൽ മതി. അപ്പം ഓണത്തിന് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. പിന്നെ വാഷ് ബേസ് സംഭവം, സ്റ്റൗ ഇല്ല, അതിന് പകരം ഇത് ഇൻഡക്ഷൻ കുക്കറാണ്. ഇവിടെ നിന്ന് കുക്ക് ചെയ്യാം. നമുക്കെല്ലാം സാധനങ്ങൾ സെറ്റാണ്. അപ്പോൾ കിച്ചൺ എങ്ങനെ അടിപൊളി കിച്ചണാണ്. ഇനി കിച്ചണിൽ കുക്ക് ചെയ്താൽ മതി, അതിനുള്ള സമയം കിട്ടട്ടെ അല്ലേ. പിന്നെ വന്ന് ഈ കബോർഡ് നോക്കുമ്പോഴത്തേക്കും സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ കത്തിയും കട്ടിംഗ് ബോർഡും എല്ലാം സെറ്റാണ്. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും ഒരു നമ്മുടെ സ്വന്തം ഫ്ലാറ്റിൽ കയറുന്ന ആ ഒരു രീതി തന്നെയാണ്. സ്പൂണും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്. ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും ഇല്ലെങ്കിലും നമുക്കിതിൽ കുറച്ച് സാധനമൊക്കെ മേടിച്ച് വയ്ക്കാം. ഒരു 10 ദിവസം കൂടെ നമ്മളിവിടെ കാണും. അതിനകത്ത് ഒരു കുക്കിംഗ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. ഇതാണ് ഈ ഡോർ ഓപ്പൺ ചെയ്യാം. ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഗൈസ്, ഇതൊരു കോമൺ ബാത്റൂമാണ് ഗൈസ്. അതിവിശാലമായ ഒരു കോമൺ ബാത്റൂം വിത്ത് ഗ്ലാസ്. പിന്നെന്താ, വാഷ് എന്താണ്, ഷവർ സംഭവം എന്തൊക്കെയാണ് സംഭവം, ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ബാത്റൂം എല്ലാം ഭയങ്കര വൺ സെറ്റപ്പിലുള്ള ഒരു ബാത്റൂമാണ്. ഗ്ലാസ് ഉണ്ട്, അവിടെ ഇരുന്ന് അടിക്കാം. എല്ലായിടും ഇരുന്ന് അടിക്കാം. സംഭവം ഇത് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു അത്ഭുതകരമായ ഒരു റൂമാണ്. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്താലോ അല്ലേ? എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്തേ പറ്റൂ. നമുക്കെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഓപ്പൺ ചെയ്യില്ല, ഞാൻ തന്നെ ഓപ്പൺ ചെയ്യണം. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് വന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് ഓപ്പൺ ചെയ്യാം അല്ലേ. കമോൺ, അതിവിശാലമായ ബെഡ്റൂമാണിത്. കിടക്കാം ഇരിക്കാം. നല്ല ബെഡൊക്കെ ഉണ്ട്. നല്ല കുതിച്ചു പൊങ്ങുന്ന ബെഡ്. പിന്നെ ഇവിടെ കബോർഡും
നല്ലൊരു സീനറിയും. പിന്നെ ഇതാണ് വന്ന് വാഷ്റൂം. ഇത് നമുക്ക് നോക്കാം. സൂപ്പർ നൈസ് വാഷ്റൂമാണ്. ഇവിടെയും ബാത്ത് ടബൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, ഇവിടെ ബാത്ത് ടബും എല്ലാം ഉണ്ട്. അതിവിശാലമായ ബാത്റൂം. അതെ, എല്ലായിടവും ഉള്ള ഒരേ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഗ്ലാസ് ഉണ്ട്, മനസ്സിലായില്ലേ? വലിയ കണ്ണാടിയുണ്ട്, നോക്കി നോക്കി മരിക്കും, ആ ഒരു രീതിയാണ്. അപ്പം ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതൊരു ചെറിയ ബാൽക്കണിയാണ്, പക്ഷെ സീനറി ഒന്നുമില്ല, പക്ഷെ നല്ല ബാൽക്കണിയാണ്. എങ്ങനെ സ്ലൈഡിങ് ആണോ എൻ്റെ പൊന്നേ! യെസ്, ഞാൻ വിചാരിച്ച ആ 8-ൻ്റെ ചെറിയ സ്പാൻഡർ എടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ടി വന്നില്ല. ഇതാണ് ബാൽക്കണി. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മളെ ദുബായ് നഗരം ഒരുവിധം കാണില്ല, കുറച്ചൊക്കെ കാണാം. അങ്ങും ഇങ്ങും ഒക്കെ അപ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷെ നല്ല രസമുള്ള ഇവിടെ കൂടെയൊക്കെ വണ്ടിയൊക്കെ കഴുത്തുക. അപ്പം ഇതാണ് ബെഡ്റൂം. ഇവിടെയും ഗ്ലാസ് ഉണ്ട്, കുറേ എന്താണ് കബോർഡ്സ്, അത് മേക്കപ്പ് സാധനങ്ങൾ, അങ്ങനെ എല്ലാം ഇടാം. ഇതിൻ്റെ ഒരു ഷേപ്പ് അടിപൊളിയായിട്ടുണ്ട്, കണ്ട? നല്ലൊരു ഷേപ്പിലാണ് ഈ റാക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു കബോർഡാണ്. കണപ്പെട്ടിയോ സ്വർണ്ണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലോട്ട് വയ്ക്കും. എല്ലാം സെറ്റാണ്. അയൺ ബോക്സ് ഉണ്ട്, അയൺ ചെയ്തിടാം. ഇതൊന്നും എല്ലാം കൊണ്ട് അടിപൊളി ഒരു അപ്പാർട്ട്മെൻറ്റാണ് നമുക്കിപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഹോം ടൂറ്. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് എന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കുറേ കമൻ്റൊക്കെ വാരി വെതറിക്കും, ഒരു കുഴപ്പമില്ല. അപ്പം സീ യു അടുത്ത വീഡിയോയുമായി ഇനിയും ഞാൻ വരുന്നതാണ്. ബൈ.